ഫിഫ പ്രസിഡന്റായിരുന്ന ജോസഫ് ബ്ലാറ്റർ 2007 ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അന്നേരം അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഇന്ത്യ ഫുട്ബോളിലെ ഉറങ്ങുന്ന സിംഹങ്ങൾ എന്നായിരുന്നു ഒന്ന്. രണ്ടാമത്തേത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഫുട്ബോൾ നിർത്തുന്നു, ഇന്ത്യയും ചൈനയും മാത്രം ഫുട്ബോൾ കളിക്കുന്നു. അതായിരിക്കും വ്യൂവർഷിപ്പിലും വരുമാനത്തിലും ഫിഫക്ക് മെച്ചമെന്ന്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒപ്പമുള്ള കുഞ്ഞൻ രാജ്യങ്ങളും ചേർന്നാൽ ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്തെത്തും. ഏകദേശം അത് 350 കോടി ഉണ്ടാകും. ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 350 കോടിയും കളത്തിന് പുറത്തായി. ഇന്ത്യയും ചൈനയുമാണ് ഈ മേഖലയിൽ നിന്ന് ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയത്. ഇരു ടീമുകളും 3 മത്സരം വീതം കളിച്ച് ഒന്നുപോലും ജയിക്കാൻ പറ്റാതെ, ഒറ്റ ഗോൾ പോലും സ്കോർ ചെയ്യാനാവാതെ ആദ്യ റൗണ്ടിൽ പുറത്തായി. ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ കാണികളുള്ള മേഖലയാണത്. അതുകൊണ്ടാണ് ലോക ചാമ്പ്യൻ അർജന്റീന പോലും ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിന് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ റേറ്റിംഗ് കിട്ടിയതും ഈ മേഖലയിൽ നിന്ന് തന്നെയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എങ്കിൽ എന്ത് മനസ്സിലായി? കാണികളും ഫുട്ബോൾ പ്രേമവും ഇവിടെ കണ്ടമാനം ഉണ്ട് എന്ന് തന്നെ. 2002 ചൈന ലോകകപ്പ് കളിച്ചു. 1950 ഇന്ത്യക്ക് ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിച്ചു. മാത്രമല്ല 1962 മുൻപ് ഇന്ത്യ 2 തവണ ഫുട്ബോളിൽ ഏഷ്യൻ ചാമ്പ്യന്മാരുമായി. 1956 ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഇന്ത്യ സെമി ഫൈനലും കളിച്ചു. പിന്നീട് ഈ ജനകോടികൾക്ക് എന്ത് സംഭവിച്ചു? തർക്കത്തിന് വേണമെങ്കിൽ ഇന്ത്യയിലെയും ചൈനയിലെയും കായിക താൽപ്പര്യങ്ങൾ പരിശോധിക്കാം. ഇവിടങ്ങളിൽ ഫുട്ബോൾ ആദ്യ 3 സ്ഥാനത്ത് പോലും വരുന്നില്ല എന്ന് വാദിക്കാം. എങ്കിൽ അമേരിക്കയും ഓസ്ട്രേലിയയും സ്ഥിരമായി ലോകകപ്പ് ഫുട്ബോൾ കളിക്കുന്നത് എങ്ങനെ? ഓർക്കണം, ഏഷ്യൻ മേഖലയിൽ വന്നാണ് ഓസ്ട്രേലിയ ലോകകപ്പ് യോഗ്യത നേടുന്നത്. മൊത്തം ജനസംഖ്യ എടുത്താൽ 2 കോടി പോലും ഇല്ലാത്ത സിറിയ, ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങൾ സക്കറാത്തിൽ കിടന്നും ഫുട്ബോൾ കളിക്കുന്നതും ജയിക്കുന്നതും എങ്ങനെയാവും? 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉത്തരം സിമ്പിളാണ്. ഒന്നുകിൽ ഫുട്ബോൾ ആ രാജ്യങ്ങളിലെ സംസ്കാരത്തിൻ്റെ ഭാഗമാകണം. അങ്ങനെ വന്നാൽ കളിക്കാൻ ഉണ്ടാവരുത് എന്ന് പ്ലാൻ ചെയ്താൽ പോലും കാലിൽ മന്ത്രമുള്ളവർ ജനിച്ചുകൊണ്ടിരിക്കും. സിന്ധിൽ പാട്ടുകാരും തഞ്ചാവൂരിൽ പൂജാരികളും മാലിദ്വീപിൽ ചൂണ്ടയിൽ ഭീമൻ മത്സ്യങ്ങളെ വേട്ടയാടുന്നവരും ജനിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആധുനിക ഫുട്ബോൾ പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം. അമേരിക്കയും ജർമ്മനി പോലും ഇന്ന് ഫുട്ബോൾ കളിക്കുന്നത് അത്തരം കാലുകൾ കൊണ്ടാണ്. മേലെ പറഞ്ഞ 2 ഗുണങ്ങളും ഒന്നിച്ചുള്ള രാജ്യങ്ങളുമുണ്ട്. സ്വന്തം ലാഭം മാത്രം നോക്കുന്നവർ ഫുട്ബോൾ ഭരിക്കുമ്പോൾ ഒറ്റ കാര്യമേ ചെയ്യാറുള്ളൂ: സ്കോർ ബോർഡ് നോക്കി നെടുവീർപ്പിടുക.